നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ മാതരം മുഴുവനായി പാടിയിട്ടില്ല എങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നത് കണ്ടറിയാം. കുറച്ചധികം ദിവസമായിട്ട് ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചും കഴിഞ്ഞു. പക്ഷേ നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കുന്ന വേളയിൽ സംഭവത്തിൽ വിവാദങ്ങൾ പിരിമുറുകുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്ക് നേരെ വിവാദ പരാമർശം അല്ലെങ്കിൽ വെല്ലുവിളി എന്നുള്ള തരത്തിലാണ് ചില BJP പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. പാലക്കാട്ടെ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാൻ വിചാരിച്ചാൽ ഈ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും എന്നാണ് ഇപ്പോൾ സുരേഷ് മുഖ്യമന്ത്രിക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അതിഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കവേ സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ: പാലക്കാട്ടെ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാനം മുഖ്യമന്ത്രി VD സതീശൻ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും. പാണക്കാട് അടിമപ്പടി ചെയ്യുന്നതായിരിക്കും VD സതീശന് നല്ലതെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നതെന്ന് സുരേഷ് പറഞ്ഞു. ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് ഈ പറയുന്ന വന്ദേ ഭാരതിന്റെ മുഴുവൻ ഭാഗവും അവസാനം വരെ പാടാൻ VD സതീശൻ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഉണ്ടാകുന്ന നടപടികൾ ഗുരുതരമായിരിക്കുമെന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് സുരേഷ് പറയുന്നത്. രാജ്യത്ത് 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ് നടക്കാൻ പോകുന്നത്. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ ഭാരതം മുഴുവനായി പാടാനാവുമോ എന്നുള്ള കാര്യത്തിൽ കേരളത്തിന്റെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശന് ഇപ്പോഴും ഒരു നിശ്ചയം വന്നിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അഭിപ്രായ പ്രകടനം. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളം ഭരിക്കുന്നത് പാണക്കാട് തങ്ങളല്ല എന്ന് തുടങ്ങുന്നതാണ് സുരേഷിന്റെ പ്രസംഗം. ബഹുമാനപ്പെട്ട VD സതീശ ഈ കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ നിലനിൽക്കുന്ന നിയമം ശരിയത്ത് നിയമമല്ല. അദ്ദേഹം അത് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. ഡോക്ടർ BR അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയാണ് ഈ കേരളത്തിലും ഉൾക്കൊള്ളുന്നത്. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഈ രാജ്യത്തിന്റെ രാഷ്ട്രഗീതമായിട്ടുള്ള വന്ദേ ഭാരതം അത് മുഴുവനായി ആദ്യാവസാനം വരെ പാടാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെ പാടിയിട്ടില്ല എങ്കിൽ അത് രാജ്യത്തിന്റെ തന്നെ നിയമ ലംഘനമാണെന്നും അത് കേരളത്തിൽ ഉണ്ടാകരുത് എന്നുമാണ് പറയുന്നത്. പാലക്കാട് തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാനം താങ്കൾ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമെന്നും പാണക്കാട് അടിമപ്പണി ചെയ്യുന്നതായിരിക്കും VD സതീശന് നല്ലതെന്നും സുരേഷ് പറയുന്നു. ഇപ്പോൾ നമ്മൾ പാണക്കാട് തങ്ങളുടെ കുടുംബം വലിയ മതേതര കുടുംബം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും ഇനി അങ്ങോട്ട് അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നും എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന നടപടികൾ അത് അതീവ ജാഗ്രതയോടെ തന്നെ കാണേണ്ടതാണ് എന്നുള്ള ഒരു സൂചനയാണ് ഇത്തരം ഒരു പരാമർശത്തിലൂടെ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനെതിരെ വലിയൊരു വെല്ലുവിളി എന്ന തരത്തിലാണ് ഇപ്പോൾ സുരേഷ് എന്ന് പറയുന്ന മുതിർന്ന BJP പ്രവർത്തകൻ ഇത്തരമൊരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എങ്ങനെയായിരിക്കും സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ ഭാരതവുമായി ബന്ധപ്പെട്ടുള്ള വന്ദേ മാതരം പാടുന്നത് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയും അതിനെക്കുറിച്ചുള്ള വിശദീകരണം കൃത്യമായി നൽകിയിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് എന്ന് മാത്രമാണ് അറിയിച്ചത്. വന്ദേ മാതരം എല്ലാ വരികളും പാടിയില്ലെങ്കിൽ സതീശൻ സർക്കാർ വിവരം അറിയുമെന്നുള്ള ഒരു വെല്ലുവിളി ഇതോടുകൂടെ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. വന്ദേ മാതരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സ്വാതന്ത്ര്യ ദിനത്തിൽ അറിയാമെന്നാണ് നിലവിൽ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിരിക്കുന്നത്. സർക്കാരിനും UDF-നും ഒരു നയമുണ്ടെന്നും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ദേശീയ തലത്തിലും ഇത് വ്യക്തമാക്കിയതാണെന്നുമാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയെന്ന വിവാദത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. കേന്ദ്രം ഹർ ഘർ തിരങ്ക പദ്ധതിയിൽ അയച്ച കത്ത് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചീഫ് സെക്രട്ടറി ചെയ്തതെന്നും VD സതീശൻ പറഞ്ഞിരുന്നു. അതേസമയം ചൈൽഡ് കെയർ ഫോമുകളിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ ഭാരതം ആലപിക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. ഹർ ഘർ തിരങ്ക ആഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 9 മുതൽ 17 വരെ വന്ദേ മാതരം സംഘമായി ആലപിക്കണമെന്നാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുള്ള നിർദ്ദേശം. കുട്ടികളും അധ്യാപകരും ആഘോഷത്തിൽ പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി സംസാരിച്ച കാര്യങ്ങൾ കൂടെ കേൾക്കാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15-ാം തീയതി അത് വളരെ വ്യക്തമാവും സർക്കാരിന്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയുന്നത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്.
അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറഞ്ഞു. പക്ഷെ സംസ്ഥാന സർക്കാരിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDF-നും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു.